ഒരിക്കലും ഉണ്ടാക്കി കഴിഞ്ഞാലില്ലേ പിന്നെ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തൊക്കെ വേണ്ടെന്ന് നോക്കാം. ഒരു 300 ഗ്രാം അളവിൽ എല്ലില്ലാത്ത ചിക്കൻ ചെറുതായിട്ട് മുറിച്ചെടുക്കാൻ ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 6-7 വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത് അതിലേക്ക് ഈ ചിക്കൻ ഒന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ ചിക്കനൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ ഊറി വന്നിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2 ക്യാപ്സിക്കം ചെറുതായി മുറിച്ചത്, 2 തക്കാളി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, കൂട്ടും കുറക്കും ചെയ്യാം കേട്ടോ. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കാൻ. എന്നിട്ട് ഇതാ ഏകദേശം വെന്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് ടൊമാറ്റോ കച്ചപ്പും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സംഗതി റെഡിയായി. അതിലേക്ക് ലാസ്റ്റ് കുറച്ച് ഒറിഗാനും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു മസാല കുറേ കാലം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇനി ഞാൻ എന്താ എടുത്തിട്ടുള്ളത് അറിയാം, ഈ ഒരു സമൂന് എടുക്കുക, അതിൻ്റെ മേൽഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ബണ്ണുണ്ടാവുമല്ലോ അതിൻ്റെ മേലിൽ വെച്ചിട്ടും ബ്രെഡിൻ്റെ മേലിൽ വെച്ചിട്ടും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതാ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് എന്താ അറിയാം, മൊസറല്ല ചീസ്, അത് ഇതിൻ്റെ മേലിലും പിന്നെ അതിൻ്റെ മേലിലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചീസ് സ്ലൈസസ് ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. ശേഷം ഒറിഗാനും പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ആ ഒരു പച്ച കളർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഓവനിൽ ഒരു 170 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് ഓവനിൽ വെച്ചിട്ട് ഒരു 7 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ സംഗതി റെഡിയായി. ഓവണില്ലെങ്കിൽ പ്രശ്നമില്ല, സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ആക്കാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്, കുറേ പ്രാവശ്യം നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഓക്കെ, ബൈ.